ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ ജാമാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ബ്രെഡിൻ്റെ കൂടെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തു വിടാം. അങ്ങനെയുള്ള രീതിയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള വേയിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ജാമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. ഒരു പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. അന്നേരം നമുക്ക് പോയാലോ. അന്നേരം ഞാൻ 4 ആപ്പിൾസാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. 4 ആപ്പിൾസ് തൊലിയും അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ ചെറിയ ക്യൂബ്സായിട്ട് പിന്നെ എടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ ജ്യൂസി ആയിട്ട് നല്ല രീതിയിൽ ഫൈനായിട്ട് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. ഫൈനായിട്ട് അടിച്ചെടുക്കുകയാണ്. നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു കടായിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ പിന്നെ വേവിച്ചെടുക്കാം. അതായത് നല്ല രീതിയിൽ പറ്റിച്ചെടുക്കാം. വേണമെങ്കിൽ ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് അടിച്ചെടുക്കുന്നത്. ചെറുതായി ഒരു കടായി വെച്ച് ചൂടായി അതിലേക്ക് നമ്മൾ ഈ ആപ്പിളിൻ്റെ ആ ഒരു പേസ്റ്റ് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. കളേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഈ പിന്നെ ജ്യൂസ് ആക്കുന്ന സമയത്ത് വേണമെങ്കിൽ 2 ബീട്രൂട്ടിൻ്റെ പീസ് ഇട്ടാൽ മതി. നല്ല ചുമന്ന കളറ് കിട്ടും. അല്ലാതെ പുറത്തുനിന്നുള്ള പിന്നെ ഫുഡ് കളേഴ്സ് ചേർക്കണമെന്നില്ല. കുട്ടികൾക്ക് കൊടുക്കുന്നതാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടു. 2 കഷ്ണം ഫ്ലേവറിന് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവറാണ് ഇഷ്ടമുള്ളതെങ്കിൽ അതിടാം. അല്ലാതെ ഗ്രാമ്പുവോ പട്ടയോ ഏത് ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ആ ഫ്ലേവർ ഇതിനകത്തിടാം. ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് 2 പട്ടയാണ്, ചെറിയ 2 പീസ് പട്ടയാണ്. ഇത് നല്ല രീതിയിൽ പിന്നെ പറ്റി വരുന്നത് വരെ, അതായത് കുറുകി വരുന്നത് വരെ, ഒരു ജാമിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കത് വേവിച്ചെടുക്കണം. അങ്ങനെ അത് വേവിച്ച് നല്ല രീതിയിൽ പറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം തന്നെ ഒരു ജാമിൻ്റെ ഇതായി. ഇതിനകത്ത് ഞാൻ ഇട്ട 2 പീസ് പിന്നെ പട്ടയാണ് അതിൽ കിടക്കുന്നത്. വേണമെങ്കിൽ ഈ ടൈമിൽ നമുക്കതെടുത്ത് മാറ്റാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ എന്തായാലും തണുത്തിട്ടേ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ. ഞാൻ നല്ല രീതിയിൽ തണുത്തതിന് ശേഷമാണ് ആ പീസസ് എടുത്ത് മാറ്റുന്നത്. ഇപ്പം നമ്മളുടെ ജാം നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. ഏറ്റവും ഫൈനായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ജാം ഇവിടെ റെഡിയായിരിക്കുകയാണ്. കാണുമ്പം തന്നെ അറിയാം ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ജാമാണ്. ഇതിനിപ്പോൾ ഞാൻ വേറെ കളേഴ്സൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ജാമിൻ്റെ ആപ്പിളിൻ്റെ നിറം തന്നെ വന്നിരിക്കുന്നത്. നമുക്ക് കളേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം. പിന്നെ നല്ല രീതിയിൽ നമുക്ക് ഏതെങ്കിലും ബ്രെഡിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ജാമാണ് ഇത്. നമുക്ക് ഇതിനകത്ത് ഞാൻ 2 പട്ട ഇട്ടിരുന്നു. അത് ഈ ടൈമിൽ ഞാനത് 2 എടുത്ത് മാറ്റിയാണ്. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ സെർവ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.